ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കൊണ്ടുള്ള ഒരു കറിയാണ്. അത് അപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഞാനിവിടെ ചെറുപയർ ഒരു 4 മണിക്കൂർ കുതിർത്ത് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിനു വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള, 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങയും കൂടി വേണം. ഈ തേങ്ങയൊന്ന് മിക്സിയുടെ ബൗളിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി തേങ്ങയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അടുപ്പത്തേക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് മൂത്ത് വരുമ്പോൾ ഈ സവാള അരിഞ്ഞതും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റുക, ഒന്ന് വാടി വരട്ടെ. അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് 2-3 മിനിറ്റ് വഴറ്റുക. അതിനുശേഷം അതിൽ നിന്ന് കുറച്ച് വഴറ്റിയ സവാള എടുത്ത് മാറ്റി വയ്ക്കണം. അത് അവസാനം അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാനാണ്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. ജീരകം ചേർത്ത് അരച്ച തേങ്ങയാണ്. അത് ചേർത്ത് അത് നന്നായിട്ട് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റണം. ഇനി ആ മിക്സിയുടെ ബൗൾ കഴുകിയിട്ട് ആ വെള്ളം കൂടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരണത് വരെ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി വറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചെറുപയറിൽ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഇനി തേങ്ങയിലേക്കും കൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് വറ്റട്ടെ. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. ഇനി അതിലേക്ക് പാകത്തിന് വെള്ളം തിളപ്പിച്ചൊഴിക്കണം. ആ കുക്കറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് അത് തിളപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. ഞാനൊരു 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ആവശ്യമുള്ള ചാറിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് തിളച്ചതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന ആ സവാള വഴറ്റിയതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചെറുപയർ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു.